ഞാൻ വേണുഗോപാൽ. കുറെ കാലമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല. ഇപ്പം എനിക്ക് തോന്നി വീണ്ടും തുടങ്ങിക്കളയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷമാണ് നമുക്ക് ചില ഐഡിയാസ്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ യൂട്യൂബ് ചാനലുകളെ കുറിച്ചിട്ടാണ്. ഒരുപാട് ചാനലുകളുണ്ട്, മലയാളത്തിൽ, തമിഴിൽ, ഹിന്ദിയിൽ, എല്ലാം, ഇംഗ്ലീഷിൽ. ഞാനിപ്പോൾ സാധാരണയായിട്ട് മലയാളം യൂട്യൂബ് ചാനലുകൾ കൊണ്ട് കുറച്ചേ കാണാറുള്ളൂ. കാരണം അവർ സത്യം പറയാറില്ല. പലപ്പോഴും പറയുന്നത് സത്യമാണോ നുണയാണോ എന്ന് നമ്മൾ അന്വേഷിച്ച് പോയി തരേണ്ടി വരും. കാരണം നിഷ്പക്ഷതയില്ലാത്ത സംപ്രേഷണങ്ങളാണ് പൊതുവെ മലയാളം യൂട്യൂബ് ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് ഹിന്ദി, ഇംഗ്ലീഷ് ഇത് രണ്ടുമാണ് കൂടുതലും കാണുന്നത്. ഇപ്പം ഹിന്ദിയിൽ തന്നെ പറയുകയാണെങ്കിൽ രസകരമായ ചില ചാനലുകളുണ്ട്. ഒന്ന്, രസകരം എന്ന് ഞാൻ പറയുന്നത് മാക്സിമം നാഷണലിസ്റ്റിക് വ്യൂ ഉള്ള ചാനലുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് എനിക്ക് രസകരമായിട്ട് തോന്നുന്നത്. ഒന്നിൻ്റെ പേരാണ് കുംത ആയിന. കുംത ആയിന എന്ന് പറഞ്ഞാൽ അനുപം മിശ്ര എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകൻ്റെ ചാനലാണ്. അത് രാത്രിയാണ് പുള്ളി പുതിയ എപ്പിസോഡുമായിട്ട് വരുന്നത്. മൊത്തം ഇന്ത്യയിലും വിദേശത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് പുള്ളിയുടെ ചാനൽ മിക്കവാറും ഉണ്ടാവുക. അതിൽ നമ്മളറിയാത്ത കൂടുതൽ കാര്യങ്ങളും പറയുന്നത് നോർത്ത് ഇന്ത്യയെ കുറിച്ചാണ്. ബേസിക്കലി UP, ബീഹാർ അങ്ങനെയുള്ള സ്റ്റേറ്റുകളെ കുറിച്ച്. കാരണം പുള്ളി ഒരു അലഹബാദുകാരനാണ്, അതായത് പ്രയാഗ്രാജ്കാരനാണ്. രണ്ടാമത്തെ ചാനൽ ദ ജയ്പൂർ ഡയലോഗ്സ്. അതിനകത്ത് സഞ്ജയ് ദീക്ഷിത് എന്ന് പറഞ്ഞ ഒരു പഴയ IAS കാരനാണ്, അദ്ദേഹത്തിൻ്റെ ചാനലാണത്. അതിൽ ഒരുപാട് ഡിസ്കഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഒരുപാട് പുറത്തുനിന്നുള്ള വെറ്ററാൻസിനെ വിളിച്ചുകൊണ്ടുവന്ന് ഡിസ്കഷൻ ഒരുപാട് നടക്കുന്ന ഒരു ചാനലാണ് ദ ജയ്പൂർ ഡയലോഗ്സ്. അവർ ഈ അടുത്ത കാലത്ത് ജയ്പൂർ വെച്ചിട്ട് ഒരു സംഗമം നടത്തിയിരുന്നു, ഒരു സമ്മേളനം നടത്തിയിരുന്നു. ഒരു 3 ദിവസത്തെ സമ്മേളനം, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സമ്മേളനമായിരുന്നത്. മൂന്നാമത്തെ ചാനലാണ് ഓംകാം ചൗധരി എന്ന് പറഞ്ഞ വേറൊരു പത്രപ്രവർത്തകർ. അദ്ദേഹത്തിൻ്റെ അത് കേൾക്കാൻ അത്ര രസമില്ല. കാരണം പുള്ളി സ്ലോയിൽ പറയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേൾക്കാൻ കുറച്ച് രസം കൊണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിൽ ഇതിലൊക്കെ രസകരമായിട്ട് സംസാരിക്കുന്ന ഒരാളുണ്ട്, ഫൗദ് സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു മറാഠി പത്രപ്രവർത്തകർ. അദ്ദേഹം മിക്കവാറും ഈ പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ വന്ന് സംവാദത്തിൽ വരാറുണ്ട്. അങ്ങനെയുള്ള സംഭാഷണം വളരെ രസകരമായിട്ടുള്ള സംഭാഷണമാണ്. ഞാൻ ഈ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും നല്ല ഡയലോഗ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് അദ്ദേഹത്തിൻ്റെയാണ്. രസകരമായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ മലയാളികൾ കുറച്ചൊക്കെ ഹിന്ദി അറിയാലോ. അപ്പോൾ ഹിന്ദി ചാനലുകൾ കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഏതാണ്ട് ഇന്ത്യയുടെ മൊത്തം അവസ്ഥ ഏതാണ്ട് പിടികിട്ടും. അല്ലാതെ മലയാളത്തിൽ പല ചാനലുണ്ട്, നുണ മാത്രം പറയുന്ന ചാനലുകൾ. 1-2 ചാനലിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം, അത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ചാനലാണെന്ന്. കൂടുതലും നുണ പറയുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നണേ. എന്തായാലും ഇനി ഞാൻ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന ഈ ചാനലുകളിൽ രാവിലെ വരുന്ന വാർത്തകളെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപം അതിലെന്താ പറഞ്ഞത്, അതുമായിട്ടാണ് എൻ്റെ പുതിയ എപ്പിസോഡുകൾ വരാൻ പോകുന്നത്. എനിക്കറിയില്ല അത് എത്രമാത്രം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. എന്തായാലും ഞാൻ വിചാരിക്കുന്നു ആളുകൾ അത് കാണും, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും എന്നൊക്കെ. താങ്ക് യു. ചാണകതന്ത്രമെന്നോ ചാണക്യതന്ത്രമെന്നോ കുതിരക്കച്ചവടമെന്നോ ഒക്കെ വിളിക്കാവുന്ന നീക്കങ്ങളിലൂടെ കഴിഞ്ഞിരുന്നു. പക്ഷേ ആത്യന്തികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ അടിത്തറയ്ക്ക് ഒരു കേടും സംഭവിപ്പിക്കാൻ BJP തലകുത്തി മറിഞ്ഞിട്ടും കഴിഞ്ഞിട്ടില്ല.